ജയിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അതായത് ഇപ്പൊ ഇസ്രായേലിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ ചോദിക്കുക, ആഗോള തെറി എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ജയിക്ക്. ഏതോ ഒരു പ്രസംഗത്തിലാണ് ഞാൻ കണ്ടത്. ഞാൻ ഇസ്രായേലിനൊപ്പം എന്നതാണ് ഈ 2023 ആഗോള തെറി. ഈ പ്രയോഗങ്ങളൊക്കെ അത് ഒരു സ്പോണ്ടേനിയസ് ആയിട്ടാണ് പലപ്പോഴും പല പ്രയോഗങ്ങളും ജയിക്ക് ഇങ്ങനെ പ്രയോഗിക്കുക. അതിനകത്ത് നമുക്ക് കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിൽ അതിനെ അവതരിപ്പിക്കാമെന്ന് തോന്നാറുണ്ടോ? അല്ലെങ്കിൽ അതിനെതിരെ പലപ്പോഴും ചാനൽ ചർച്ചകളിൽ ഭയങ്കര വിസ്ഫോടനാത്മകമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നു, എതിരാളികൾ ഇറങ്ങിപ്പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ പറയേണ്ടതില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രയോഗിക്കേണ്ടതുണ്ടോ? ഞാൻ ഇതുവരെ ഉപയോഗിച്ചൊരു വാക്കിൻ്റെ പേരിൽ, എഴുതിയ ഒരു വാചകത്തിൻ്റെ പേരിൽ എനിക്കിന്ന് വരെ ഒരാളുടെയും മുമ്പിൽ എനിക്കോ ഞാൻ പിൻപറ്റുന്ന രാഷ്ട്രീയത്തിനോ ഒരാളുടെയും മുമ്പിൽ തലകുനിക്കേണ്ട വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതേവരെയുള്ള എൻ്റെ അനുഭവം. എനിക്ക് വലിയ അനുഭവ ലോകം ഉണ്ടെന്നുള്ളതല്ല, എൻ്റെ ചെറിയ അനുഭവ ലോകത്തിനുള്ളിൽ. ഇപ്പം സൂചിപ്പിച്ചൊരു പ്രയോഗമുണ്ടല്ലോ, 2023 ഒരാഗോള തെറിയുണ്ടോ. ഇപ്പം മുമ്പൊരിക്കൽ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, ഞങ്ങൾ വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്ന സമയത്താണ് മലയാളത്തിൽ ആദരണീയനായ എഴുത്തുകാരനും ചിന്തകരുമൊക്കെ ആയിട്ടുള്ള കൽപ്പറ്റ നാരായണൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് തെറികളെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ടൊരു ലേഖനം എഴുതുന്നുണ്ട്. അപ്പോൾ അതിൽ കൽപ്പറ്റയ്ക്ക് പലപ്പോഴും കടുത്ത ഇടതുപക്ഷ വിരുദ്ധ സമീപനം സ്വീകരിക്കാറുള്ള ആളാണ് കൽപ്പറ്റ. പക്ഷേ ആദരണീയനായ കൽപ്പറ്റ അതിൽ പറയുന്നുണ്ട് മലയാളിയുടെ തെറിയെ സംബന്ധിച്ച്. മലയാളിയുടെ തെറി ജാതിയിൽ ആരംഭിച്ച് ലൈംഗിക അവയവത്തിൽ അവസാനിക്കുന്നതാണ് മലയാളിയുടെ തെറി. ആഗോള തെറി അങ്ങനെയൊന്നും നമ്മുടെ ആരുടെയും അനുഭവത്തിലില്ല. കാരണം മലയാളത്തിലെ തെറി തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ തെറിയായിരിക്കില്ല. പാലക്കാട് വാളയാർ ചുരം ഇങ്ങോട്ടേക്ക് കിടന്നാൽ തമിഴ്നാട്ടിലെ അശ്ലീലം മലയാളിക്ക് അശ്ലീലമായിരിക്കണം എന്നില്ല. ഇവിടെ ഉപയോഗിക്കുന്ന ഒരു അശ്ലീലം ഗസയിലോ ടെല്ലവീവിലോ അശ്ലീലമായിരിക്കണം എന്നില്ല. അപ്പോൾ തെറിക്കൊരു ആഗോള മാനമൊന്നുമില്ല. പക്ഷെ പ്രത്യേകത എന്താണ്? 2023 ലോകം ഇന്നയോളമുള്ള ലോകത്തിൻ്റെ അനുഭവങ്ങളിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ കുഞ്ഞുങ്ങളുടെ കൂട്ടക്കൊലയുണ്ടായത് നമ്മൾ ജീവിക്കുന്ന ഈ കാലയളവിലാണ്. കുഞ്ഞുങ്ങളുടെ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ഇസ്രായേലാണ്. നിങ്ങളുടെയോ എൻ്റെയോ ആരുടെയെങ്കിലും അനുഭവത്തിലുണ്ടോ? കുട്ടികൾക്ക് മാത്രമായി ബലിത്തറകൾ ഒരുക്കേണ്ട വന്ന ഒരു നാടിൻ്റെ അനുഭവം നമ്മുടെ ആരുടെ അനുഭവത്തിലില്ല. എനിക്ക് തോന്നുന്നു ഈയിടെ മുകുന്ദൻ പറയുന്നുണ്ട് മലയാളി ഒരു ഭാഗ്യമുള്ള സമൂഹമാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മുകുന്ദേട്ടൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇന്നയോളമുള്ള ലോകത്തിൻ്റെ കലാപങ്ങളുടെയും കൊലപാതകങ്ങളുടെയും യുദ്ധക്കെടുതികളുടെയും അനുഭവങ്ങളിൽ മലയാളിയില്ല. അതുകൊണ്ട് നമ്മളൊക്കെ ഭാഗ്യമുള്ള സമൂഹമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ലോകത്തിൻ്റെ ഇന്നയോളമുള്ള ചരിത്രത്തിൽ ആദ്യമായി പ്രസവിച്ചിട്ട കുഞ്ഞിൻ്റെ ശരീരത്തിൽ ചോര തുളയ്ക്കുമാർ വേദനയോടുകൂടെ പേരെഴുതി മരണത്തെ കാത്തുകെട്ടി കിടക്കേണ്ടവെന്ന അമ്മമാരുടെ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. ആ അമ്മമാർക്ക് ഒറ്റ രാഷ്ട്രത്തിൻ്റെ ചുരുക്കപ്പേരേ ഉള്ളൂ, അതാണ് പലസ്തീൻ എന്ന് പറയുന്നത്. അവരെ ആ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ സംഘത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. 2023 24 ഞാൻ പ്രാബല്യം നീട്ടിയെടുക്കുക, 2023 24 നമ്മൾ ഒത്തുചേരുന്ന ഈ സമയത്ത് ഒരാഗോള തെറിയുണ്ടോ, ഒരാഗോള അശ്ലീലമുണ്ടോ? ആ അശ്ലീലം എന്ന് പറയുന്നത് ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നതിനെ പിന്തുണയ്ക്കുന്നു, ഞങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ രണ്ടാമതൊരു വാചകം കൂടെയുണ്ട്. ആഗോള സ്വഭാവമുള്ളൊരു മാനവിക മുദ്രാവാക്യമുണ്ടോ? നിങ്ങൾക്ക് കൊച്ചിയിൽ ഇരുന്നു കൊണ്ടും ഗസയിൽ ഇരുന്നു കൊണ്ടും ടെല്ലവീവിലും മാഞ്ചസ്റ്ററിലും ന്യൂയോർക്കിലും ഇരുന്നു കൊണ്ട് ഉയർത്താൻ പറ്റുന്ന ഒരു ആഗോള മാനവിക മുദ്രാവാക്യമുണ്ടോ? ആ മുദ്രാവാക്യം ഞാൻ പലസ്തീനോടൊപ്പം എന്ന് പറയുന്നതാണ്. അതാണ് ആ വിഷയത്തിൻ്റെ പ്രത്യേകത. പിന്നെ ഇവിടെ സൂചിപ്പിച്ച പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഇപ്പം സംവാദത്തിൽ നിന്ന് എൻ്റെ ഒരു പ്രയോഗത്തെ കേട്ടുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ട വന്ന അനുഭവം വളരെ അപൂർവമാണ്. അത് ഈയിടെ ഉണ്ടായത് ആദരണീയനായ BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് മറ്റൊരു സംവാദത്തിൽ ചാനൽ ചർച്ചയ്ക്കിടയിൽ പറയുമ്പോൾ അപ്പം നരാധമൻ എന്ന വാക്കിന്റെ വാച്യാർത്ഥം ശബ്ദധാരാവിൽ നമ്മളോട് പറയുന്നത് നീചനായ മനുഷ്യൻ എന്നുള്ളതാണ്. ഇപ്പം കേരളം നേരിടുന്ന സാമ്പത്തിക യുദ്ധത്തെ സംബന്ധിച്ച് നമ്മളുടെ വയോജനങ്ങൾക്ക് വിധവകൾക്ക് പെൻഷൻ നിഷേധിക്കുന്നു, നെൽകർഷകരുടെ സബ്സിഡി യൂണിയൻ ഗവൺമെന്റ് തടഞ്ഞു വെക്കുന്നു, കേരളത്തിലെ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ഉച്ചക്കഞ്ഞി അതിൽ മണ്ണ് വാരിയിടാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ റേഷൻ കടകളുടെ അരി മുടക്കി 4.5 രൂപയ്ക്കും 10 രൂപയ്ക്കും കേരളത്തിലെ 52 ലക്ഷം കുടുംബങ്ങൾക്ക് കിട്ടേണ്ട അരി മുടക്കി തൃശ്ശൂർ ചന്തയിൽ കൊണ്ടുപോയി യൂണിയൻ ഗവൺമെന്റ് നേരിട്ട് 29 രൂപ കിലോയ്ക്ക് കച്ചവടം നടത്തുന്നു. ഈ അനുഭവങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോഴാണ് ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് കേരളത്തെ മാറ്റാൻ ശ്രമം നടക്കുമ്പോഴാണ് ഈ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മനുഷ്യൻ ഒരു നീചനായ മനുഷ്യനാണ്, അദ്ദേഹം ഒരു നരാധമനാണെന്ന് പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയിൽ ഇപ്പം നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാം, അതിൻ്റെ തുടർച്ചയിൽ അദ്ദേഹം ഇറങ്ങിപ്പോയെന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ന്യൂഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഖിലേന്ത്യാ സംഘപരിവാർ സംഘടനയുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഏതോ ഒരു ഉപാധ്യക്ഷ നിലവാരത്തിൽ പ്രവർത്തിക്കുന്നയാൾ എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. ഈ പ്രയോഗം 10 ദിവസത്തിനകം പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങളെ ശരിപ്പെടുത്തി കളയുമെന്ന്. ആ വക്കീൽ നോട്ടീസിന് മറുപടിയും പറഞ്ഞിട്ടില്ല. ആ നീചനായ മനുഷ്യനാണ് കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ
സാമ്പത്തിക യുദ്ധത്തിന് നേതൃത്വം നൽകുന്ന നീചനായ മനുഷ്യനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന അഭിപ്രായത്തിൽ ഇതുവരെ മാറ്റവും വരുത്തിയിട്ടില്ല.